ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നാട്ടിലെത്തിയ ആദ്യം തന്നെ നമ്മൾ പ്രവാസികൾ ചെയ്യുന്ന പരിപാടിയാണ് നമ്മളെ കുടുംബക്കാരെയൊക്കെ ഒന്ന് പോയി കണ്ട് സംസാരിച്ച് തിരിച്ചു വരുന്നത് അല്ലേ. പക്ഷേ എനിക്ക് ഒരാഴ്ചയായിട്ട് അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കാലിൻ്റെ വയ്യായ കാരണവും കനിമോളുടെ ഓൺലൈൻ ക്ലാസ്സും അങ്ങനെയായിട്ട് ആകെ ഹോസ്പിറ്റൽ വിസിറ്റ് മാത്രം നടന്ന് ഇതെല്ലാം തിരക്കൊഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് ഇളയച്ചനെ കാണാനായിരുന്നു. നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടല്ലോ അല്ലേ. ഇളയച്ചെന്ന് പറയുന്നത് സജീഷ് ഏട്ടൻ്റെ അച്ഛൻ്റെ അനിയനെയാണ് കേട്ടോ. ഇളയച്ചനും ഇളയമ്മയും അവിടെ ഉണ്ടായിരുന്നു. അവരെടുത്ത് സംസാരിച്ച് കുറേ നേരം ഇരുന്നു. ഇനി ഞാനിത് എന്തിനാണ് ഷൂട്ട് ചെയ്ത് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇക്കഴിഞ്ഞ കാലം അത്രയും ഞാൻ ഇവരുടെ അടുത്ത് പോയി ഇതുപോലെ ടൈം ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാറുണ്ടെങ്കിലും എനിക്കിതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ എനിക്ക് തോന്നി ഇവരെന്തായാലും എൻ്റെ വ്ളോഗിൽ വരേണ്ടവരാണ്. അത് മാത്രമല്ല, എനിക്ക് എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മുടെ മെമ്മറീസ് ചെറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും ക്യാപ്ചർ ചെയ്ത് വെക്കുന്നത് അല്ലേ. ഞാനും അങ്ങനെ തന്നെയാണ്. ആ കൂട്ടത്തിൽ അത് യൂട്യൂബിലിടുമ്പോൾ ആ കാണുന്ന ആൾക്കാർക്കും കൂടി അതൊരു സന്തോഷമാവുകയാണെങ്കിൽ ആവട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് അറിയുകയാണെങ്കിൽ അറിയട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് അത് ഇടുന്നത്. ഇനി ഈ വോയിസ് ഓവർ കൊടുക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് കോഴിയുടെ ഒച്ചയും മയിലിൻ്റെ ഒച്ചയും നായയുടെ ഒച്ചയും ഒക്കെ കേൾക്കാൻ പറ്റും. ചുറ്റും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ഒച്ചകളൊക്കെ അങ്ങ് ഇഗ്നോർ ചെയ്യാം. നമുക്ക് കഥ തുടങ്ങാം. ഞാൻ ഈ കഴിഞ്ഞ 8 വർഷമായിട്ടാണ് പാലക്കാടിൻ്റെ മരുമകളായി മാറിയിട്ടുള്ളത്. പക്ഷെ ഒരിക്കൽ പോലും എനിക്കിങ്ങനെ പാലക്കാട് പല്ലശ്ശന എന്ന് പറയുന്ന ഗ്രാമത്തിലൊരു മരുമകളാണെന്ന് തോന്നിയിട്ടേ ഇല്ല. ഇതെൻ്റെ നാടായിട്ട് തന്നെ എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അല്ലെങ്കിൽ സജീഷേട്ടൻ്റെ ഈ കുടുംബക്കാർ തന്നെയാണ് കേട്ടോ. അച്ഛൻ്റെ സൈഡാണെങ്കിലും അമ്മയുടെ സൈഡാണെങ്കിലും അത്രയും നല്ല കുടുംബക്കാരുള്ളത് കൊണ്ട് തന്നെ ഒരിക്കൽ പോലും എനിക്കങ്ങനെ ഞാൻ കയറി വന്നവളാണ്, എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഇത്രയും സംസാരിക്കാൻ പറ്റും, അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എല്ലാവരുടെ അടുത്തും എനിക്ക് ഭയങ്കരമായിട്ടൊരു സ്നേഹവും റെസ്പെക്റ്റേ തോന്നിയിട്ടുള്ളൂ. പക്ഷെ അതിലും നമുക്ക് എപ്പോഴും ഒരു മുൻഗണന കൊടുക്കുന്ന, അല്ലെങ്കിൽ മുന്നോട്ട് നമ്മൾ എപ്പോഴും ഒരു സ്നേഹം എക്സ്ട്രാ കൊടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ ഇളയച്ചൻ. എനിക്ക് എപ്പോഴും ഇളയച്ചൻ്റെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു സെക്കൻഡ് ഹോം, അല്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് എൻ്റെ മറ്റൊരു അച്ഛൻ തന്നെയാണ് കേട്ടോ. എനിക്കെപ്പോഴും അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളൂ. ഇളയച്ചൻ എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട്, എനിക്ക് 3 മക്കളാണ്, എൻ്റെ 2 പെൺകുട്ടികളെ കൂട്ടത്തിൽ ഞാൻ നിന്നെ എപ്പോഴും കണ്ടിട്ടുള്ളൂ എന്നുള്ളത്. അത് ഇക്കഴിഞ്ഞ 8 കൊല്ലമായിട്ടും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യം തന്നെയാണ് കേട്ടോ. ആ സ്നേഹത്തിൽ എനിക്കിതുവരെ ഒരു കളങ്കമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇളയച്ചൻ അത് പറയുമ്പോഴൊക്കെ എനിക്ക് എപ്പോഴും മനസ്സ് നിറയാറുണ്ട്, എൻ്റെ കണ്ണ് നിറയാറുണ്ട്. ഇക്കഴിഞ്ഞ വർഷത്തോളം ഞാൻ അവിടുന്ന് കണ്ണ് നിറയാണ്ട് വന്നിട്ടേ ഇല്ല കേട്ടോ. ഇന്ന് നിങ്ങൾക്കത് ലൈവായിട്ട് എനിക്ക് തോന്നുന്നു ഇതിൽ കാണാനും സാധിക്കുന്നുണ്ടാവും. ഇളയച്ചൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് മിസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് ഒരിക്കൽ പോലും അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഇരുന്ന് അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. പക്ഷേ ഇളയച്ചൻ്റെ അടുത്ത് അങ്ങനെ സംസാരിക്കുമ്പോൾ, ഞാനിവിടെ പല്ലശ്ശനയിൽ വന്നു കയറിയ ശേഷം സജീഷേട്ടൻ്റെ അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ ഇളയച്ചൻ്റെ അടുത്താണ് ഇത്ര അടുത്ത് ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാറുള്ളത്. അപ്പോഴൊക്കെ മനസ്സും നിറയാറുണ്ട്, കണ്ണും നിറയാറുണ്ട് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാറില്ല. ഇന്നത് ലൈവായിട്ട് നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാനും പറ്റുന്നുണ്ടായിരിക്കും. അതൊരിക്കൽ പോലും വീഡിയോ എടുക്കുക എന്നുള്ള ഇതിന് വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ. എപ്പോഴൊക്കെ ഞാൻ ആ വീട്ടിൽ പോയിട്ടോ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ അവരെന്നെ വേദനിപ്പിക്കുന്നതുകൊണ്ടല്ല, അവരെനിക്ക് തരുന്ന ആ സ്നേഹം എനിക്കിങ്ങനെ ആലോചിക്കാറുണ്ട്. ഞാൻ ഇത്രയും ബ്ലെസ്ഡ് ആണല്ലോ ഇവരുടെ സ്നേഹം കിട്ടാൻ. അവർ എന്നെ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാറുള്ളത്. അവരടുത്ത് എനിക്ക് ഒരിക്കൽ പോലും എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കരുത്, അവിടെ പോയാൽ ഞാൻ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരാവശ്യം വരാറില്ല. പോയി അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പല്ലശ്ശന വീട്ടിൽ എങ്ങനെയാണോ പെരുമാറാറുള്ളത് അതുപോലെ തന്നെയാണ് കേട്ടോ അവിടെ പെരുമാറാറുള്ളത്. അതുതന്നെയാണ് അവർക്ക് ഇഷ്ടം എന്ന് എപ്പോഴും അവർ പറയാറുമുണ്ട്. ഇതേപോലെ തന്നെയാണ് അവരെൻ്റെ അച്ഛനെയും അമ്മേനെയും ട്രീറ്റ് ചെയ്യാറുള്ളത് കേട്ടോ. അത് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നാറുണ്ട്. അവരെപ്പോൾ കണ്ടു കഴിഞ്ഞാലും എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെ അടുത്ത് അവരങ്ങോട്ടേക്ക് പരപ്പനങ്ങാടിക്ക് വരുമ്പോഴായാലും അവർ പരപ്പനങ്ങാടി നിന്നിട്ട് വന്നാലും എനിക്ക് ആ ഒരു ബോണ്ട്, അവർ തമ്മിലുള്ളൊരു ബോണ്ട് കാണുമ്പോഴും ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, എനിക്കത് പറഞ്ഞറിയിക്കാൻ തന്നെ അറിയണില്ല. ഇളയച്ചന് 2 പെൺമക്കളല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആദ്യത്തെ ആൾ രശ്മി ചെന്നൈയിലാണ് സെറ്റിൽഡ് ആയിട്ടുള്ളത്. രണ്ടാമത്തെ ആൾ ജനനി കോയമ്പത്തൂരാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. 2 പേരും നാട്ടിലില്ലാത്തതുകൊണ്ടാണ് ഈ വീഡിയോയിൽ കാണാൻ പറ്റാത്തത്. ഇളയച്ചൻ്റെ മുകളിൽ എനിക്കുള്ള സ്നേഹവും റെസ്പെക്റ്റും എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റാണ് കിടക്കുന്നത്. അതാരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും എൻ്റെ മനസ്സൊന്നും ഒരിക്കൽ പോലും പോവില്ല എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ എപ്പോഴും ഇരിക്കാറുള്ളത് കേട്ടോ. എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ഇളയച്ചൻ്റെ അടുത്ത് എന്തും പറയാൻ പറ്റും. ഞാൻ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ ഇളയച്ചൻ ചിലപ്പോൾ ഇതൊന്നും അറിയില്ല, എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ലെങ്കിലും ഇളയച്ചൻ്റെ ചില വാക്കുകൾ നല്ല ധൈര്യം തരാറുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ,
എൻ്റെ കുടുംബത്തിൽ എൻ്റെ അച്ഛൻ്റെ ഏട്ടന്മാരുടെ അടുത്താണ് ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ ക്ലോസ് ആയിട്ട് നിന്നിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഇവരൊക്കെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സ് അല്ലേ, എന്നെയായിട്ട് അത്ര ക്ലോസ് ആവില്ല, അതെൻ്റെ മണ്ടത്തരമായൊരു തോന്നലായിരിക്കണം തുടക്കത്തിൽ കേട്ടോ. പക്ഷേ വന്ന് കയറിയ നിമിഷം തൊട്ട് ഈ നിമിഷം വരും അവരെന്നെ ട്രീറ്റ് ചെയ്യുന്നത്. അത് ഇവർ മാത്രമല്ല, ഇനിയും കുറേ ആൾക്കാരെ എനിക്ക് കാണിക്കാനൊക്കെ ഉണ്ട്. അവരുടെ അടുത്ത് പോകുന്ന സമയങ്ങളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവരുടെ പെർമിഷനോട് കൂടി ഞാൻ കാണിക്കാം കേട്ടോ. ഇത് ഇളയച്ചൻ്റെ അടുത്തും ഇളയമ്മയുടെ അടുത്തും ചോദിച്ചിട്ട് തന്നെയായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ഇവിടെ നിന്നും തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ വർഷം എന്താണ് ചെയ്തത്. ഞാൻ അങ്ങനെ ഇരുന്ന് ആലോചിക്കാറുണ്ട്, ഞാൻ ഈ ഒരു വർഷം എന്ത് ചെയ്തു, അല്ലെങ്കിൽ നാട്ടിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, ആരൊക്കെ കണ്ടു, ആർക്കൊക്കെ ടൈം അധികം കൊടുത്തിട്ടുണ്ട്. ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്യാറുണ്ട് ഇവരുടെ അടുത്തൊക്കെ കുറച്ച് അധികം ടൈം സ്പെൻഡ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ കനിമോളും ഈ സ്നേഹവും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെ വേണം വരാൻ, അല്ലാതെ ഒറ്റപ്പെട്ട് അങ്ങനെ വരരുത് എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമുള്ളതാണ്. അതുമാത്രമല്ല അച്ഛൻ്റെ സൈഡും അവർക്ക് റിലേറ്റീവ്സ് ഉണ്ട്, അവരും ഇങ്ങനെയൊക്കെ തന്നെ നിവളെ കാണുന്നുണ്ട്, അവളിങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അവൾ വലുതാവുമ്പോൾ അവൾക്ക് എത്രയായാലും എൻ്റെ യൂട്യൂബ് ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത് വെക്കുന്നതും മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇളയച്ചനെ പറ്റി പറയാൻ, ഇളയച്ചൻ ഇനി വേറൊരു കാര്യമുണ്ട് കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇവിടെ പാലക്കാട് അറിയപ്പെടുന്ന ഒരാളാണ് കേട്ടോ, പ്രകാശൻ എന്നാണ് കേട്ടോ ഇളയച്ചൻ്റെ ശരിക്കുള്ള പേര്. ഇളയച്ചൻ എന്താ പറയുക, ചെണ്ട വിദ്വാനാണ്. ഉള്ള ഉത്സവങ്ങളിലെല്ലാം പോയി കൊട്ടി ഒരുപാട് പേർക്ക് അറിയുന്നതാണ് കേട്ടോ. അങ്ങനെ അറിയപ്പെടുന്ന ഒരാളാണ് ഞങ്ങളുടെ ഇളയച്ചൻ. എനിക്ക് ഇളയച്ചൻ്റെ അടുത്തിരിക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയേണ്ടത് അറിയില്ല. എനിക്കിങ്ങനെ ഞാനങ്ങ് കുറച്ച് നേരത്തേക്ക് ഞാൻ ആ ലോകത്തുനിന്ന് ഞാൻ ഒരു കുട്ടിയായിട്ട് ഒരു അച്ഛൻ്റെ അടുത്തൊരു മോൾ എങ്ങനെയാണോ നിന്ന് പെരുമാറാറുള്ളത് അതേപോലെ ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഇക്കൊല്ലത്ത് ഞങ്ങളുടെ കഥ മൊത്തം ഉണ്ടായിരുന്നത് യുദ്ധം കഴിഞ്ഞ് വന്നിട്ടുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടും പിന്നെ അതേപോലെ തന്നെ കറൻലി ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിന് എന്തോ ഇല്ലാത്തൊരു എന്തോ ഒരു സമാധാനമൊക്കെ കിട്ടി. അങ്ങനെ ഇരുന്ന് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. വരാൻ നേരത്തെ ഇളയച്ചൻ്റെ വീട്ടിൽ കുറച്ച് കരിമ്പൊക്കെ ഉണ്ട്, കരിമ്പൊക്കെ വെട്ടി തന്ന്. പിന്നെ കനിമോൾക്കാണെങ്കിൽ ഇളയച്ചൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ അച്ചച്ചൻ എന്നുള്ള ഫീൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. വിളിയിൽ മാത്രമേ ആ ഒരു നീട്ടത്തിൽ അച്ചാച്ചൻ എന്നായിട്ടുള്ളൂ. ഇവിടെ അതേപോലെ രശ്മിക്ക് ഒരു മോളുണ്ട്, മോൾക്ക് 3 വയസ്സാണ് ഇന്ന് തികയുന്നത്. അപ്പോൾ ആ മോൾക്കും ഇതേപോലെ കനിമോളും ഇടയിൽ ഒരു നല്ല ബോണ്ടുണ്ട്. അത് ലൈഫ് ലോങ് അങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് കേട്ടോ എൻ്റെ ഒരു എന്താ പറയുക ഭയങ്കരമായിട്ട് ഞാൻ മുന്നോട്ട് കാണുന്നൊരു കാര്യം. അപ്പോൾ അവൾ കാണിക്കുന്ന കാര്യങ്ങളും ഇവൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് ഇങ്ങനെ പറയുമായിരുന്നു. കണ്ടില്ല അതിൻ്റെ ഇടയിൽ ഇളയച്ചൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തത്. അങ്ങനെ ഇതാ പോകാൻ നേരത്തെ ഇളയച്ചന് ലിസ്റ്റ് കൊടുക്കുകയാണ്, ഇനി ഇളയച്ചൻ വീട്ടിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ളത്. അത്രയും തന്നെ അവൾക്ക് ആ ഒരു എന്താ പറയുക അധികാരത്തോടെ കേട്ടോ അവർ പെരുമാറുന്നത്. ഇളയച്ചനെ എനിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പോകാൻ നേരത്തെ അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കലും ഒക്കെ ആയിട്ട് എൻ്റെ മനസ്സ് അങ്ങനെ അങ്ങ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ വേഗം തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. പോരുമ്പോൾ തന്നെ ഏകദേശം ഞാൻ അവിടെ ഒരു 3.5-4 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് വേഗം ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഈ ഒരു ചെറിയ വ്ളോഗ്, എൻ്റെ ഇളയച്ചനെ കുറിച്ചുള്ളൊരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെല്ലാവരും കാണാനും അറിയാനും വേണ്ടിയിട്ട് തന്നെ ചെയ്തൊരു വ്ളോഗായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത ഇതേപോലെ എൻ്റെ കുടുംബക്കാരെ ഞാൻ നോക്കട്ടെ, പറ്റുന്ന രീതിയിൽ ഞാൻ ഷൂട്ട് ചെയ്ത് നിങ്ങളെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് എത്രത്തോളം നന്നായി എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ലൈഫിൽ എനിക്ക് എന്നും ചെറിഷ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചൊരു വ്ളോഗാണ്. അടുത്ത നല്ല വ്ളോഗായിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.